Hi dears, welcome back to my channel. ഇന്ന് മോളുടെ സ്കൂളിലെ ഗ്രാജുവേഷൻ സെറമണി ആയിരുന്നു കേട്ടോ. അതായത് UKGയുടെ ഗ്രേഡ് 1ലേക്ക് കയറുന്നതിൻ്റെ ഗ്രാജുവേഷൻ സെറമണി ആയിരുന്നു. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ നിന്ന് കയറുമ്പോൾ ഒരുപാട് ഫോട്ടോസുകൾ ഇതുപോലെ അവിടെ ഇവിടെ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ ക്ലാസ്സിലെന്നല്ല ഇവരുടെ സ്കൂളിൽ ഓരോ മന്ത്ലിയൊക്കെ ഓരോ ഡേയ്സ് പറയും. അതായത് ഗ്രീൻ ഡേ, റെഡ് ഡേ, യെല്ലോ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഫുഡ് ഡേ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഡേയ്സുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തെല്ലാം സ്പെഷ്യലായിട്ടുള്ള ഡേയ്സിൽ എടുക്കുന്ന പിക്സുകളൊക്കെയാണ് കേട്ടോ ഇതിനകത്തേക്ക് ഇപ്പോൾ ഇവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഫങ്ഷൻ ചെറിയ ഇതെന്ന് പറഞ്ഞാൽ ഫുഡ് ഡേ ആണ് കേട്ടോ. ഈ ഫുഡ് ഡേയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് കുട്ടികൾ തനിയെ മേക്ക് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്നത്തെ മോൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു സാൻഡ്വിച്ച് ആയിരുന്നു. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ഐറ്റംസൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ അത് മേക്ക് ചെയ്ത് എടുക്കും. അങ്ങനെ ആയിരുന്നു. പിന്നെ ഈ ഫോട്ടോസൊക്കെ തന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെയും അതുപോലെ ഓണം സെലിബ്രേഷൻ അങ്ങനെയൊക്കെയുള്ള എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസ് കാണാനായിരിക്കുമല്ലോ കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോ ഫോട്ടോസ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ മോളുടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇടയ്ക്കും അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ നിൽക്കുന്നത്. കുറച്ചും കൂടി സൂമായിട്ടുള്ളതൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ. ഇപ്പോൾ മോളുടെ ആനുവൽ ഡേയുടെ ഡാൻസിൻ്റെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ, ഇതിൽ സെക്കൻഡ് നിൽക്കുന്നതാണ് കേട്ടോ മോള്. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പിന്നെ മാമിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് ഗേൾസിൻ്റെ അതിൽ താഴെ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും ഒക്കെ ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതുപോലെ ഒരു ട്രീയിൽ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല മോളുടെ ഫോട്ടോ. അങ്ങനെ ഞാനിങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അത് മോളുടെ ആ ഒരു ഫോട്ടോ മറിഞ്ഞിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുള്ള് നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഇടയിലായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കി, അത് കിട്ടി. അപ്പോൾ അതാണ് ഞാനിനി കാണിക്കാനായിട്ട് പോണത് കേട്ടോ. ഇതാണ് കേട്ടോ സ്റ്റേജ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രാജുവേഷൻ സെറമണി 2024 പറഞ്ഞിട്ട്. അപ്പോഴേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. കുട്ടികൾ ക്ലാസ്സിൽ ഗ്രാജുവേഷൻ മാർക്ക് വെച്ചിട്ട് അവർ കേട്ടോ സ്റ്റേജിലേക്ക്. അപ്പോഴേക്കും എല്ലാവരും ലൈൻ ചെയ്ത് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് വൺ വരുന്നതാണ് കേട്ടോ പ്രിൻസിപ്പൽ മേരി സബീന മാം. സെക്കൻഡ് വണ്ണ് ഇവരുടെ ക്ലാസ് ടീച്ചറാണ് തസ്ലീമ മാം. അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ അടുത്തെല്ലാം അവിടെ ഇരിക്കാൻ പറയുന്നുണ്ടായിരുന്നു. കുട്ടികളൊക്കെ സൈലൻ്റ് ആയിട്ട്. പിന്നെ നമ്മൾ and it's your day. Let's start the program with the first welcome speech by your class teacher. Teachers and my dear friends, I welcome you all to this beautiful occasion for our wonderful kids. We can see the sparkling faces of our
is in their wonderful gowns and graduation hats on their heads. Today is a special day. We celebrate the graduation of our UKG kids. Everyone, respected principal, teachers, parents, and all my dear friends. My name is Muhammad Nazar from UKG. Today I am delighted to welcome all. Today is my last day at UKG. I will like to we are moving to a new class and sad because we saw teachers. We learned so many things in UKG. We learned ABCs, 1, 2, 3 and colors. We sang songs, play games and made up. I want to thank our teacher for teaching us. Thank you. ഒരു ബെസ്റ്റ് പ്രിൻസിപ്പൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും സൽമാൻ ഒരു സ്മൈലാണ്. നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കി ചിരിക്കും. സാധാരണ മറ്റൊരു സ്കൂളുകളിൽ പ്രിൻസിപ്പൾ നമ്മളെ കണ്ടാൽ തന്നെ മൈൻഡ് ചെയ്യാറില്ല. അവരൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടിരിക്കും. പക്ഷേ സൽമാൻ അങ്ങനെയല്ല. എവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു സ്മൈല് അതൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. ഒട്ടും തന്നെ ഒരു ഫിയർ തോന്നാറില്ല സൽമാനോട് നമുക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ. ടീച്ചേഴ്സിന് പറയാനായിട്ടുള്ളത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു മാമാണ് മിനി മാം. അതെനിക്ക് എത്ര പറഞ്ഞാലും എല്ലാവരും ഓഫ്ലൈൻ ആവുമ്പോൾ മോനോട് ഓൺലൈൻ ഇരിക്കാൻ പറയും. എന്നിട്ട് സലീം മാം ഓരോ വേർഡ്സും റിപ്പീറ്റ് ചെയ്ത് ഹാഫ് ആൻ അവർ 1 hour ഒക്കെ എടുത്തിട്ടാണ് മോനെ അത്രത്തോളം സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് സംസാരിപ്പിച്ചാൽ മാത്രം മതി, വേറെ ഒരു തെറാപ്പിയുടെ ആവശ്യമില്ലെന്നാണ്. പക്ഷേ ഒരു ബെസ്റ്റ് തെറാപ്പിസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മിനി മാം ആണ്. അതെനിക്ക് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എൻ്റെ മോൻ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് തെറാപ്പിസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മിനി മാം ആണ്. എനിക്കത് ഞാൻ സ്പീച്ച് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു കേട്ടോ. ആ ടൈമിൽ ഞാൻ മിനി മാമിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ഒരു ടൈമിൽ മിനി മാം എൻ്റെ അടുത്ത് വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മിനി മാമിനെ അന്വേഷിച്ച സമയത്ത് തന്നെ മിനി മാം സ്റ്റേജിലേക്ക് വരാനായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഇതാണ് കേട്ടോ മിനി മാം. അപ്പോൾ മാം കയറി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ രണ്ടാളും ഹഗ് ചെയ്തു. അതിന് ശേഷം പിന്നെ ഞാൻ സ്പീച്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സ്പീഡാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ ഒന്നും തിരിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ കോവിഡ് ടൈമിൽ എൻ്റെ മോനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഫാദേഴ്സ് ഡേ ആയിരുന്നു. ആ ഫാദേഴ്സ് ഡേന്ന് പോലും പറയാൻ തിരിയാത്ത മാം അവനെ അത്രത്തോളം പഠിപ്പിച്ച് അതൊരു മാം എടുത്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പോൾ ഞാൻ ആ ടൈമിൽ ഗൾഫിലായിരുന്നു. ആ സമയത്തെല്ലാം മിനി മാം അവനെ ക്ലാസ് എടുത്ത് അവനെ ഇത്രയാക്കി. താങ്ക് യു. പിന്നെ ടീച്ചേഴ്സ്, എല്ലാ ടീച്ചേഴ്സും നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്തും പറയാൻ പറ്റുന്ന അത്രത്തോളം അടിപൊളി ആണ് കേട്ടോ ഇവിടുത്തെ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആയിട്ട് അടുത്ത പാരൻ്റ് ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു പാരൻറ്റിൻ്റെ സെക്ഷനിൽ നിന്ന് സ്പീച്ച് പറയാനായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സ്പീച്ചൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ കുട്ടികളുടെ ഒരു സോങ്ങും ഡാൻസൊക്കെ ആയിട്ട് ഈ സെറമണി അവസാനിപ്പിക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ പിന്നെ നെക്സ്റ്റായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഫർദീൻ എന്ന് പറയുന്ന കുട്ടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവളുടെ പേര് ഷിബിന എന്നാണ്. ഞങ്ങൾ ആനുവൽ ഡേക്ക് പാരൻസിൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അവളുടെ മോനിക്ക് കൊടുക്കുന്നതൊക്കെ ഞാൻ അതുപോലെ തന്നെ വീഡിയോ ആക്കുന്നുണ്ടായിരുന്നു.
ചോദിച്ചു രണ്ടാളും വേണമെന്നായിരുന്നു. അപ്പോൾ ഗൾഫിലുള്ളവർ കുഴപ്പമില്ല, പക്ഷേ നാട്ടിലുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടും അമ്മയും അച്ഛനും തന്നെ കൂടെ വേണം. ബെസ്റ്റ് ഫ്രണ്ടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫാദർ വരാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഡാൻസും സോങ്ങും അതിനിടയിൽ മോളാണെങ്കിൽ മോൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ കിട്ടിയ ഈ ഒരു സംഭവം എൻ്റെ കയ്യിലെടുത്ത് തന്നു കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. അപ്പോൾ എനിക്കതൊന്ന് പിക്കാക്കാൻ തോന്നി. അതിനുശേഷം കുട്ടികളെ ചെയറിൽ നിന്ന് എണീപ്പിച്ചിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കളാണല്ലോ, അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സൊക്കെ എല്ലാ ടീച്ചേഴ്സും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരെല്ലാം ലൈൻ ബൈ ലൈനായിട്ട് എല്ലാവരെയും സ്റ്റേജിലേക്ക് കയറ്റായിരുന്നു. അതിനുശേഷം എല്ലാവരെയും ഫ്രണ്ടിലേക്കും എല്ലാവരെയും ഒരു സ്ക്രീനിൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാവരും ലൈൻ ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ നിർത്തുന്നുണ്ടായിരുന്നു. ഫൈനലി അവരെ നിർത്തിയിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ ഇതൊക്കെ. അപ്പോൾ കുട്ടികളെല്ലാം നന്നായിട്ട് തന്നെ ടീച്ചേഴ്സ് പറയുന്നതനുസരിച്ച് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ. അങ്ങനെ കുട്ടികളെല്ലാം നിർത്തി ലെവൽ ചെയ്ത് നിർത്തുന്നുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഒരു പ്ലെഡ്ജ് ആയിരുന്നു കേട്ടോ കുട്ടികൾക്ക്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് അവരെ സെറ്റ് ചെയ്തിരുത്തിയതിന് ശേഷം ഹാറ്റ് ഇങ്ങനെ എറിയുന്ന പോലെ ആക്ഷൻ ചെയ്യാനായിട്ടായിരുന്നു കേട്ടോ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് കുട്ടികളേക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ വീഡിയോഗ്രാഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് മാം പറഞ്ഞതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ കാണിച്ചിട്ട് ഇതിങ്ങനെ ട്രെയിൻ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതും സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക്, അതായത് UKG കുട്ടികൾ കിട്ടുന്ന ഒരു സെറമണി എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ സെറമണി. പിന്നെ അവർക്ക് കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഡിഗ്രി ആ ഒരു കാലഘട്ടം കഴിയണം. അപ്പോൾ ഇത്ര ഇയേഴ്സ് കഴിയണമെന്നറിയാമോ ഇനി ഇതുപോലെ ഒരു ഗ്രാജുവേഷൻ ഗൗൺ ധരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ UKG കുട്ടികൾക്ക് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് മിനി മാം. അപ്പോൾ മോൻ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്തതാണ്. അതിനുശേഷം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഇതുപോലെ കുട്ടികളെ ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോളുടെ ഫോട്ടോസൊക്കെ ഇതുപോലെ തന്നെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നല്ല റഷായിരുന്നു. പിന്നെ ഞാൻ ആ മോൻ കഴിഞ്ഞതിന് ശേഷം മോളോട് കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറേ ഫോട്ടോസ് പല പോസിലും നിർത്തിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. The wind hums songs at
ഭയങ്കര ചങ്ക്സ് ആണെന്ന് മാം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രണ്ടാളെയും നിർത്തിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോയും ഫോട്ടോസും തന്നെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.